100 കോടി മേലെ കയറും. മഞ്ഞുമല് ബോയ്സും യോഗൻ താന്നു പോകും. രണ്ടിന്റെയും നല്ലൊരു മിക്സാണ്. ചിലർക്ക് വർക്കൗട്ട് ആയില്ല. മൊത്തത്തിലൊരു ആവറേജ് എബോ ആവറേജ് മൂവിൻ്റെ ഇടയില്ല. എനിക്ക് വർക്കൗട്ടായി, ബാക്കിയുള്ളവർക്ക് എങ്ങനെ വർക്കൗട്ട് ആണെന്ന് അറിഞ്ഞൂടാ. നല്ല പടം. രാജ്ബാബിനെ കണ്ടില്ലേ ലാസ്റ്റ്? തൃപ്തിയായി. 3 ഘട്ടമായിട്ട് പോകുന്ന കഥ ഒരൊറ്റ സിനിമയിൽ എടുത്തിരിക്കുന്നതാണ്. പീരിയോഡിക് ടൈമും ഇപ്പോഴത്തെ റിയൽ ടൈം ഒക്കെ ആയിട്ടുള്ള ട്വിസ്റ്റ് ഒക്കെ നല്ല രസമുണ്ടായി. ഇവിടെ അടിപൊളി സൂപ്പർ. പാസ്റ്റ് രംഗങ്ങൾ വർക്കൗട്ട് ആവുന്ന ചെറിയ സംശയം ഉണ്ടായിരുന്നു, പക്ഷേ പാസ്റ്റ് വിചാരിച്ചതിനപ്പുറം വർക്കൗട്ട് ആയിട്ടുണ്ട്. അടിപൊളി പടമായിരുന്നു. ഷാജിബാബനും ഡൂഡും സിനിമ തൂക്കി. ഓ മൈ ഗോഡ്, ഈസ് അമേസിംഗ്. ഒന്നും പറയാനില്ല. എന്തോരം ചേഞ്ച് ഓവേഴ്സ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. ഷാജിബാബനും പിള്ളേരും പൊളിച്ചു. ഫസ്റ്റ് ഹാഫ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. സെക്കൻഡ് ഹാഫ് ചിലർക്ക് കോമഡി വർക്കൗട്ടായി, ചിലർക്ക് വർക്കൗട്ടായില്ല. മൊത്തത്തിലൊരു ആവറേജ് എബോ ആവറേജ് മൂവിൻ്റെ ഇടയില്ല. പ്രൊഡ്യൂസറിൻ്റെ മുതലായി കാശ് കിട്ടും. പിന്നെ ഇയാളാണ് പെർഫോം ചെയ്തിട്ടുണ്ട്, ജയ്സൂരാണ് പെർഫോം ചെയ്യുന്നുണ്ട് ഷാജിബാബനായിട്ട്. പിന്നെ ഫാൻറ്റസി ടൈം ട്രാവലെല്ലാം ഉണ്ട്. മറ്റേ 2 പടം കോമഡി മാത്രമായി. പടം കണ്ടിരിക്കാം. പ്രൊഡ്യൂസർ മുതലാക്കി കാശ് കിട്ടും, കണ്ടിരിക്കാം. കോമഡി എല്ലാം വർക്കൗട്ടായില്ല, ചിലത് വർക്കൗട്ടായി, ചിലത് വർക്കൗട്ടായില്ല. 1 നല്ലതാണ്, 2 അത്രയും വരില്ല. കണ്ടിരിക്കാം. വിനായകൻ കുഴപ്പമില്ല, അങ്ങനെ ചെയ്യുന്നത്. ഷാജിബാബൻ തന്നെ. പിന്നെ ഷൈജു കുറുപ്പ് ആയാലും ധർമ്മജൻ കുഴപ്പമില്ല ചെയ്തിട്ടുണ്ട്. നല്ല പടമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറെ കാലത്തിന് ശേഷം ഭയങ്കര എന്റർടൈൻമെന്റ് ആയിട്ട് എല്ലാവരും എക്സൈറ്റഡ് ആയിരുന്നല്ലോ ആട് 3ക്ക് വേണ്ടിയിട്ടുള്ളത്. വിച്ച് ദേ മെറ്റ് ദ എക്സ്പെക്ടേഷൻസ് എന്നുള്ളതാണ്, വിച്ച് ഇസ് ഗുഡ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ആട് 3 കാണാൻ വേണ്ടിയിട്ട്. ബിക്കോസ് നമ്മുടെ സീരീസ് വരുന്നത് കുറവാണല്ലോ. സോ ഇറ്റ്സ് സംതിങ് വിച്ച് പീപ്പിൾ ലുക്ക് അപ്പ് ടു ആൻഡ് they really done a fantastic job. It was nice. പൊളിച്ചടുക്കി. രക്ഷയില്ല, അടിപൊളിയല്ല, എന്നോട് രക്ഷയില്ല. വിനായകൻ ചേട്ടൻ അടിപൊളിയായിരുന്നു. എല്ലാവരും, വിജയ് ചേട്ടനാണെങ്കിലും വിനായകൻ ചേട്ടനാണെന്നുണ്ടെങ്കിലും ഷൈജു ചേട്ടനാണെന്നുണ്ടെങ്കിലും ഇന്ദ്രൻ ചേട്ടനാണെന്നുണ്ടെങ്കിലും, ഓ മൈ ഗോഡ്, ഈസ് അമേസിംഗ്. ഒന്നും പറയാനില്ല. എന്തോരം ചേഞ്ച് ഓവേഴ്സ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. എല്ലാവരുടെയും ഒന്നിനും സുന്ദർ ചേച്ചി, എവരി വൺ ഈസ് ഗുഡ്. നന്നായിട്ട് കണക്ട് ആവുന്നുണ്ട് നമുക്ക് എല്ലാം കൊണ്ട്. ഫാന്റസിയും കാര്യങ്ങളും കോമഡിയും എല്ലായിട്ടൊക്കെ കണക്ട് ആവുന്നുണ്ട്. നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. നല്ലൊരു റിസൾട്ട് ഉണ്ടാവും. വേറൊരു മോഡലിലേക്കാണ് പോകുന്നത്. അപ്പം ഇനിയിപ്പോൾ നമുക്കിപ്പോൾ കത്തനാരൊക്കെ വരുമ്പോൾ അതുമായിട്ട് നന്നായിട്ട് കണക്ട് ആക്കാൻ പറ്റുന്നുണ്ട് നമുക്കെല്ലാം. സൂപ്പർ മൂവിയാണ്. ത്രൂ ഔട്ട് കോമഡി ഉണ്ട്. കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയതാണ്. പിന്നെ ജയസൂര്യ, വിനായകൻ ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. വിജയബാബു, അങ്ങനെ എല്ലാവരും. ഷാജിബാബനും പിള്ളേരും പൊളിച്ചു. മസ്റ്റ് വാച്ച് ഫിലിം, സീൻ പടം. ആ ടൈം ലൈൻ വന്നപ്പോഴെല്ലാം സീനായത് മസ്റ്റ് വാച്ച് ആണ്. ക്യാപ്റ്റൻ ഗ്ലീറ്റസ് ഫോർ എവർ. ബെസ്റ്റ് സിനിമ, എല്ലാവരും കാണണം. മസ്റ്റ് വാച്ച് സിനിമ. ഇതാണ് ബെസ്റ്റ്. ആ ടൈം ലൈനാണ് ബെസ്റ്റ്. നമ്മൾ നെട്ടിക്കടയാണ്. ഭയങ്കര കോമഡിയാണ്, ഭയങ്കര ഫണ്ടി സിനിമ. എല്ലാവരും പോയി കാണണം. ജെൻസി ഉറപ്പായിട്ട്, തീർച്ചയായിട്ടും. പക്ഷെ ആട് 1 ഉം 2 കണ്ടാലാണ് ഈ സിനിമയുടെ ആ ക്യാച്ച് മനസ്സിലാവുള്ളൂ. അപ്പൊ അതന്നെ എല്ലാ ആ ഗൂഗിൾ സൗണ്ട് ഉണ്ടാകുന്നേ മാസാർന്ന് ഇങ്ങനെ, പക്ഷെ ഇടാൻ പറ്റില്ല. അതെ, അടിപൊളി പടമായിരുന്നു. ഷാജിബാബനും ഡൂഡും സിനിമ തൂക്കി. എല്ലാവരും പോയി കാണണമെന്നാണ് പറയുന്നത്. നല്ല സിനിമ. ഒരു ആസ് എക്സ്പെക്റ്റഡ് വിചാരിച്ച പോലെ ഒരു ടൈം ട്രാവൽ സംഭവമൊക്കെ തന്നെയാണ് പടത്തിലുള്ളത്. ഒരു മൊത്തത്തിലൊരു ആ ഒരു രീതിയിൽ തന്നെ തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന ഒരു പടമാണ്. ഒരു കോമഡി, അതുപോലെ ഫാൻറ്റസി. ഇതിൽ പാസ്റ്റ് രംഗങ്ങൾ വർക്കൗട്ട് ആവുന്ന ചെറിയ സംശയം ഉണ്ടായിരുന്നു, പക്ഷേ പാസ്റ്റ് വിചാരിച്ചതിനപ്പുറം വർക്കൗട്ട് ആയിട്ടുണ്ട്. പാസ്റ്റ് ആയാലും പ്രസന്റ് രംഗങ്ങളൊക്കെ കോമഡീസ് ഒക്കെ വർക്കൗട്ട് ഉണ്ട്. ടെക്നിക്കൽ കിടുവാണ്. വിഷ്വൽസ് ഒക്കെ, മേക്കിംഗ് ഒക്കെ അടിപൊളിയാണ്. ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റി പക്ക വേറെ ലെവലൊക്കെ എടുത്തിട്ടുണ്ട്. അതെ, അങ്ങനെ രീതിയിലാണ് അവസാനിപ്പിച്ചത്. അത് നമുക്ക് എന്താണെന്ന് മുഴുവൻ അത് അറിയണമല്ലോ. അപ്പം അങ്ങനെ ഒരു രീതിയിലാണ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ടൈം ട്രാവൽ ഉള്ള ഫിലിമൊരു കോമഡി, ഹിലേറിയസ്, ടൈം ലൈൻ ഒക്കെ നല്ല രസമാണ് കാണാൻ വേണ്ടി ഫിലിമിനകത്തുള്ള. പടം വളരെ നന്നായിട്ടുണ്ട്. അടിപൊളി, സൂപ്പർ. എല്ലാവരുടെയും ഒന്നിനൊന്നിനും മെച്ചം. അടിപൊളി. നല്ല രസമുണ്ടായി. പീരിയോഡിക് ടൈമും ഇപ്പോഴത്തെ റിയൽ ടൈം ഒക്കെ ആയിട്ടുള്ള ട്വിസ്റ്റ് ഒക്കെ നല്ല രസമുണ്ടായി. നന്നായിരുന്നു എന്ന് ഒരു ഇതുണ്ടായി, പക്ഷേ പ്രതീക്ഷയിലും മേലെ നന്നായിട്ടുണ്ടായി.
ഡ്യൂഡ് അടിപൊളി അടിപൊളി സൂപ്പർ സൂപ്പർ എല്ലാവരും അടിപൊളി പടം, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി പടമാണ്. നല്ല തമാശയും കാര്യങ്ങളും ഉണ്ട്. 3 ഘട്ടമായിട്ട് പോകുന്ന കഥ ഒരൊറ്റ സിനിമയിൽ എടുത്തിരിക്കുന്നതാണ്. ഡയറക്ടർ മിഥുൻ മാനുവൽ സാറും പിന്നെ അതുപോലെ തന്നെ ഇന്ദ്രൻസ്, ഒരുപാട് താരനിരയുണ്ട് ഇതിനകത്ത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല കോമഡി പടം, നല്ല എൻജോയ് ചെയ്യാവുന്ന അടിപൊളി സൂപ്പർ പടം. ഓക്കെ. ആക്ച്വലി ഞാൻ ഇതിന്റെ ഫസ്റ്റ് പാർട്ട് തൊട്ട് ഞാൻ ഇതിന്റെ ഫാനാണ്, ആടിന്റെ ഫാനാണ്, ഷാജി പാപ്പൻ ഫാനാണ് ഞാൻ. ബിക്കോസ് ഒത്തിരി വർഷം മുൻപാണ്, നമ്മളൊക്കെ തീരെ ചെറുതായ സമയത്താണ്, ഒത്തിരി ചെറുതല്ല എന്നാലും അന്നും നമ്മളുടെയൊക്കെ ഒരു ബാച്ചിന് ഇഷ്ടമായിരുന്നു ആ സിനിമ. എന്തുകൊണ്ട് ഇപ്പം നമ്മൾ ചിന്തിക്കുമ്പം ഫൈനാൻഷ്യലി ഫ്ലോപ്പ് ആയി ചിന്തിക്കുമ്പോൾ എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. പക്ഷെ അത് ഗംഭീര സിനിമയായിരുന്നു അന്ന്. ഓരോ പാർട്ട് വരുമ്പോഴും എന്താ പറയുക, നമ്മളെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ആക്കിയിട്ടേ ഉള്ളൂ. ഇപ്പോഴും അത് നമ്മുടെ പ്രതീക്ഷ തെറ്റിച്ചിട്ടില്ല. എനിക്ക് ഒരുപാട് മൂവി ഇഷ്ടമായി. ഞാൻ ഭയങ്കര വെയിറ്റിംഗ് ആണ് പാർട്ട് ബി. ലൈക്ക് സീരിയസ്ലി ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോഴും ഞാൻ ചിന്തിച്ച കാര്യം, എനിക്ക് പാർട്ട് ബി കാണണം. എന്തോ ഷാജിപാപ്പനെ കണ്ടില്ലേ ലാസ്റ്റ്? തൃപ്തിയായി. അല്ലല്ല, ഗംഭീരം. ആ ഒരു സംഭവം നമ്മൾ വെയിറ്റിംഗ് ആണ്. അവിടെ എത്തിയ ഷാജിപ്പാപ്പൻ എന്നൊരു സംഭവം ഉണ്ടല്ലോ, അത് നമ്മൾ കട്ട വെയിറ്റിംഗ് ആണ്. അടിപൊളി പടം. സീൻ ആട് 1 ആണോ 2 ആണോ 3 ആണോ ചോദിച്ചാൽ അത്രയും കാലം 1 ആയിരുന്നു, ഇപ്പൊ 3 ആയി എന്ന് പറയാൻ വേണേ. ഇതിപ്പോ തീർന്നപ്പോ തന്നെ അയ്യോ തീർന്നു പോയ സിനിമ, നമ്മളിനി വെയിറ്റ് ചെയ്യായിരുന്നു. അവര് പ്ലോട്ടൊന്നും ഞാൻ പറയണില്ല, പക്ഷെ അവര് ഒരു സാധനം ചെയ്ത് കഴിയുമ്പോൾ അയ്യോ തീർന്നു ഇവിടെ പടം, ഇനിയും എന്താ ഉണ്ടാവാൻ പോണേ, നമുക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. ഒരു കെയോട്ടിക് സിനിമ, അടിപൊളി പടം. എല്ലാവർക്കും എനിക്ക് വർക്കൗട്ടായി, ബാക്കിയുള്ളവർക്ക് എങ്ങനെ വർക്കൗട്ട് ആണെന്ന് അറിഞ്ഞൂടാ. നല്ല പടം, സീൻ പടം. ഈ സീസൺ ഷാജിപ്പാപ്പൻ തൂക്കി. അതെ, അപ്പൊ അത് പുതിയതാണെങ്കിലും ഒരു ടൈം ട്രാവൽ എന്നൊക്കെ ഒരു കോൺസെപ്റ്റ് ഇത്തിരി നമ്മൾ വിചാരിക്കുമ്പോൾ വർക്ക് ആവുക. പക്ഷെ അടിപൊളിയായിട്ട് വർക്ക് ആയിട്ടുണ്ട്, കുറെ ചിരിക്കാനുണ്ട്, നല്ല സിനിമയാണ്. ഈ ഒരു പാട്ട് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഫസ്റ്റും സെക്കൻഡും എടുത്ത പോലെയല്ല, ഒരു കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള ടോപ്പിക്കൽ കണ്ടന്റ് എടുത്ത് വെച്ചായിരുന്നു. ഷാജിപ്പാപ്പനും പിള്ളേർക്ക് ആപ്റ്റ് ആവാതെ ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. അത് ആപ്റ്റ് ആവാണ്ട് അല്ല, നന്നായിട്ട് എടുത്തിട്ടുണ്ട്. അത് ആ ഒരു സീരിയസ്നെസ്, ഹ്യൂമർ എന്തായാലും മെയിൻ ചെയ്തിട്ടുണ്ട്. ടൈം ട്രാവൽ ആണെങ്കിലും പുതിയൊരു ടൈം പീരീഡ് ആണെങ്കിലും ഹ്യൂമർ നല്ലോണം പ്രോപ്പറായിട്ട് മെയിൻ ചെയ്തിട്ടുണ്ട്. ഒട്ടും സ്ട്രേഞ്ച് ആയിട്ട് തോന്നിയിട്ടില്ല. പിന്നെ നല്ലോണം ഉണ്ട്. അത് ആ ഒരു നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യും, അപ്പൊ തന്നെ തീരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിക്കും അയ്യോ ഇനി വെയിറ്റ് ചെയ്യണം. ആ ഒരു ഇത് നല്ലോണം ചെയ്തിട്ടുണ്ട്. രണ്ടിന്റെയും നല്ലൊരു മിക്സാണ്. ഫാന്റസി എല്ലാം ഉണ്ട്. ഫാന്റസി എന്ന് പറയുമ്പോൾ ടൈം ട്രാവൽ ഒരു ഇത് ഫാന്റസി ആണ്, നന്നായി. വേറെ കണ്ടിരുന്ന് ഫാമിലി ആയിട്ട് വന്നിരിക്കാം. സൂപ്പർ പടം. എല്ലാരും വന്ന് പടം കാണും. 100 കോടി മേലെ കയറും. മഞ്ഞുമൽ ബോയ്സും യോഗൻ താന്നു പോകും. ഇത് വേറെ ലെവല് പടാട്ടോ. ആട് 2 ആട് 3 വന്നത് തന്നെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് വന്നത്. അപ്പോൾ എന്താ പറയുക, ഒരു 8 വർഷത്തിൻ്റെ ഒരു കാത്തിരിപ്പാണ് ഈ സിനിമ എന്ന് പറയുന്നത്. ഒരുപാട് എന്താ പറയുക പുതിയ കഥാപാത്രങ്ങൾ ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇപ്പോൾ എൻ്റെ ക്യാരക്ടറിനാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഞാനും പ്രതീക്ഷിച്ചില്ല. കഥയിൽ വരുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. അതുപോലെ തന്നെ ക്രൂവിൻ്റെ കൂടെ ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റിയതിലൊക്കെ ഒരുപാട് സന്തോഷം. ഇത്രയും ഒരു ഗംഭീരമായിട്ടാണ് സിനിമ ചെയ്തിരിക്കുന്നത്. ഒരു കാവ്യ ഫിലിംസും ഫ്രൈഡേ ഫിലിം ഹൗസും കൂടെ ചേർന്നിട്ടൊരു ബിഗ് സ്കെയിലിൽ ചെയ്തൊരു പ്രോജക്റ്റാണത്. അപ്പോൾ ഇത്രയും ആളുകളുടെ കൂടെ ഇരുന്ന് പ്രേക്ഷകരുടെയും ക്രൂയുടെ കൂടെയൊക്കെ ഇരുന്ന് കാണാൻ സാധിക്കുമ്പോൾ അതൊരു വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ എൻ്റെ ക്യാരക്ടറും മിഥുൻ ചേട്ടൻ വളരെ നല്ല രീതിയിൽ സെക്കൻഡിൽ എഴുതിയത് കൊണ്ട് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എനിക്കൊരു തേർഡ് പാർട്ടിൽ വന്നിരുന്നു. ഇതിൻ്റെ ഭാഗമാകാൻ പറ്റിയതിനൊരു വലിയൊരു കാര്യം തന്നെയാണ്. സെക്കൻഡ് വേറൊരു ടൈപ്പ് സിനിമയാണ്. അത് കംപ്ലീറ്റ്ലി ഒരു എന്താ പറയുക, ഇതിപ്പം ഒരു 2 ടൈം ലൈനിൽ വരുന്ന ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ഇതൊരു മാസ് ഒരു സെക്കൻഡ് പാർട്ടായിരിക്കും എൻ്റെ കുറച്ചുകൂടെ ഫേവറേറ്റ്. തേർഡ് പാർട്ട് ഇവർ 2 രീതിയിൽ എടുത്തേക്കുന്നുണ്ട്. ഒരു എന്താ പറയുക, ഒരു എക്സ്പെരിമെൻ്റൽ ഇതാണ്. പക്ഷേ വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്ന. ഇതിനോട് ഇഷ്ടക്കുറവൊന്നുമില്ല. പക്ഷേ ഞാൻ അതിലാദ്യം വന്നതുകൊണ്ടും എനിക്ക് പേഴ്സണലി കുറച്ച് കൂടുതൽ ഇഷ്ടം സെക്കൻഡാണ്. പക്ഷേ തേർഡ് അടിപൊളി.
രണ്ട് രീതിയിലാണല്ലോ സിനിമ എടുത്തിരിക്കുന്നത്. സെക്കൻഡും വളരെ നല്ല രീതിയിൽ തന്നെ അത് എന്താ പറയുക, അതൊരു ടൈം ലൈൻ ഒന്നുമില്ല. ഇപ്പോൾ ഇതിലാണെങ്കിൽ പാസ്റ്റും പ്രസൻറ്റും രണ്ടും കൂടെ ഇടകലർത്തിയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഒരു ടൈം ട്രാവലിങ്ങിൻ്റെ കൺസെപ്റ്റ് വളരെ നന്നായിട്ട് തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. ഇനി അതിനെപ്പറ്റി കൂടുതൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അടുത്ത പാട്ട് വരുമ്പോഴായിരിക്കും എങ്ങനെയാണ് മിഥുൻ ചേട്ടൻ്റെ ഐഡിയ. മിഥുൻ ചേട്ടൻ എന്തായാലും ഭയങ്കര അടിപൊളിയായിട്ട് എഴുതുന്ന ഒരാളാണ്. ഫോർത്തിലുണ്ടാവണം എന്നാണ് ആഗ്രഹം. അതെല്ലാം മിഥുൻ ചേട്ടൻ്റെ കയ്യിലാണ്.